ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ഛോട്ട മുംബൈ പടം ഈ അടുത്തൊന്നും റിലീസില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം പോയിട്ടാണ് സിനിമ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വൈകിയത്, രാവിലെ ഒന്നും കാണാൻ പറ്റിയില്ല. എനിവേ, 2007 റിലീസായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ എത്രയായി? 2010 ആകുമ്പോൾ 3 വർഷം, 2020 ആകുമ്പോൾ 10, 15, 18 വർഷം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ വളരെ ചെറുതാണ് അല്ലെ. എനിക്ക് ഏകദേശം 8 വയസ്സോ 10 വയസ്സോ ഒക്കെ പ്രായമുള്ള സമയത്ത് ഇറങ്ങിയുള്ളൊരു സിനിമ ഇന്നും തിയേറ്ററിൽ പോയി കാണാൻ ഒരുപാട് ആളുകൾ വരുന്നു എന്ന് പറയുന്നത്. ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലിയുടെ മൂവി വന്നിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഞാനത് എനിക്ക് ഛോട്ട മുംബൈ കാണാൻ തോന്നിയത്. അതുപോലെ അങ്ങനെ ഒരു പുതിയ റിലീസ് ഉണ്ടായിട്ട് പോലും ലാലേട്ടന്റെ ഈ പറഞ്ഞ പോലെ 18 വർഷം മുമ്പ് ഇറങ്ങിയുള്ള ഒരു സിനിമ ഇന്നും ആളുകൾ, അതും ഹൗസ്ഫുൾ ആയിട്ടിരുന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ എടുത്ത് പറയണം. കാരണം സ്ഫടികം കാണാൻ പോയപ്പോ, ദേവദൂതൻ കാണാൻ പോയ സമയത്തൊക്കെ നമുക്ക് കിട്ടിയൊരു ഫീൽ, മണിച്ചിത്രതാഴ് ഓഫ് കോഴ്സ് അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ മണിച്ചിത്രതാഴ് എന്നുള്ള പോലത്തെ ഒരു ഒഴുക്ക് ഈ സിനിമ കാണാൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഫുൾ എന്ന് തന്നെ പറയാം. അത്രയും ആളുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് സിനിമ കാണാൻ. കയറിപ്പോ മുതൽ ഇതിപ്പോ എന്തത് പുതിയൊരു സിനിമ റിലീസ് ആവാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് അന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ അന്നും തിയേറ്ററിലേക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല, സ്വന്തം കാര്യത്തിൽ നിന്നും തുടങ്ങിയിട്ടില്ല. അന്ന് അങ്ങനെ വല്ലാണ്ട് തിയേറ്ററിൽ പോകുന്ന അവസ്ഥയില്ല. അപ്പോ അതിനുശേഷം നമ്മൾ ഈ സിനിമ പല തവണ സിനിമയിലെ ഏഷ്യാനെറ്റ് മൂവീസിലും ഒക്കെ കാണുമ്പോൾ, പിന്നീട് യൂട്യൂബിൽ വരുന്ന സമയത്ത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു രസമുണ്ട്, ഒരു ത്രില്ലുണ്ട്. ഇതൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള സിനിമയാണല്ലോ എന്നുള്ളൊരു ഫീൽ നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അത് ചന്ദ്രപ്പനാണെങ്കിലും ലത തിരിച്ചിട്ടാൽ തല രണ്ടുപേരാണെങ്കിലും, പിന്നെ മണിക്കുട്ടന്റെ കഥാപാത്രം, കുറെ എടുത്തു പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആദ്യം എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു നായകനേക്കാൾ ഒരു പക്ഷെ കുറച്ചുകൂടി ആഘോഷിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഇതിലെ നടേശനാണ്. നടേശൻ കൊല്ലും എന്ന് പറഞ്ഞ കൊല്ലും എന്ന് പറയുന്ന സാധനം, അതുപോലെ നിങ്ങൾ വായിച്ച ബൈബിളിലെ ഇതും ഒക്കെ ഞാൻ തന്നെ എന്ന് പറഞ്ഞ വില്ലന്റെ ഡയലോഗുകൾ, അയാളുടെ വരവ്, അയാളുടെ നിപ്പ്, അയാളുടെ പ്രസന്റേഷൻ, എന്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടിയുള്ള ഒരു ശരിക്കും ഒരു ആഘോഷം എന്ന് പറയുന്ന രീതിയിലായിരുന്നു. കാരണം ചന്ദ്രപ്പന്റെ കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത്, തല ഓഫ് കോഴ്സ് വരുന്ന സമയത്ത് തല ആ സാധനം, അത് ആ പാട്ടൊക്കെ ശരിക്ക് എൻജോയ് ചെയ്യും തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു ഒരു അതിന്റെ മ്യൂസിക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് പുള്ളി വരുന്ന സമയത്തൊക്കെ ഇതിന്റെ ഇടയിൽ അവിടെ ചില മ്യൂസിക്സ് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു HD ക്വാളിറ്റിയിൽ ഈ സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത് കോഴ്സ് അത് ഭയങ്കരമായിട്ടുള്ള, വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഇരുന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സ്റ്റോറിയും, ഐ മീൻ അതിന്റെ പ്രസന്റേഷൻ അങ്ങനെയാണ്. അത്തരത്തിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ വരുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സിനിമ വന്നിട്ട് കുറേ കാലമായി. ആൻഡ് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ അടുത്ത് ഈ സിനിമ കാണുന്നതിന്റെ 2-3 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ ഇവിടെ പെർഫോം ചെയ്യുന്നത്, അതായത് ഡയറക്ടർ ലാലേട്ടനോട്, അങ്ങനെ എന്തോ സാധനം ഡയറക്ടർ ലാലേട്ടനോട് പറഞ്ഞു, ഇവിടെ ഇമോഷണലി കാര്യങ്ങൾ പറയണം, എന്നാൽ ഇമോഷനായി ആളുകളെ കരയിപ്പിക്കണ്ട, ആളുകളെ ബോറടിപ്പിക്കണ്ട, എന്നാൽ തലയുടെ കഥാപാത്രം എന്താണോ ആ രീതിയിൽ തന്നെ വേണം ഈ സാധനം പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം പറയുന്നു. ഓക്കെ, ഞാൻ ശ്രമിക്കാം സാർ എന്ന് പറഞ്ഞു. പിന്നെ കണ്ടതെന്ന് പറഞ്ഞിട്ട് ആ സീനാണ്. അതായത് വീട്ടിൽ പുറത്താക്കിയതിനു ശേഷം ജോലി കിട്ടാത്തതിന് അച്ഛൻ ചീത്ത പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ മണിക്കൂറിനെ വേണ്ടി കാണിച്ചിട്ട് ഡിഗ്രി ഉള്ള ഇവന് ജോലിയില്ല, പിന്നെ എനിക്ക് അവിടെ നിന്ന് ജോലി കിട്ടാനാണ് എന്ന് പറഞ്ഞിട്ട്, ജോലി കിട്ടാൻ വല്ല കഷായം ഉണ്ടായി മേടിച്ചാൽ ഞാൻ കുടിക്കാം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് അച്ഛൻ്റെ അടുത്ത് ഇമോഷണലി സംസാരിക്കുകയാണ്, പക്ഷെ ആ ക്യാരക്ടറിന് ഒരു പിടി വിട്ടുപോകാതെ ആ ലാസ്റ്റ് വല്ല കഷായം ഉണ്ടായി മേടിച്ചാൽ ഞാൻ കുടിക്കാന്ന് പറയുമ്പോഴും അയാൾ പറയുന്നത് കോമഡിയാണ്. പക്ഷെ അവിടെ അയാളുടെ ഇമോഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കോമഡി അല്ല, എന്നാൽ അയാളുടെ കഥാപാത്രം അത് കോമഡി ആയിട്ടാണ് പറയുന്നത്. അയാളുടെ രീതി അതാണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യം, അതൊക്കെ ബ്രില്യന്റ് ആയിട്ട്, അത് ഒരു ബ്രില്യന്റ് ആക്ടർ എങ്ങനെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ ഇപ്പൊ ഇരുന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മനസ്സിലാണ്. അന്ന് നമ്മളിതൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ ആ രീതിയിൽ ചിന്തിച്ചത്. പക്ഷെ അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത് അച്ഛൻ ചെയ്യുന്ന കുറെ സ്ഥലങ്ങൾ, ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കണ ആ കോമഡി സാധനങ്ങൾ, അതുപോലെ ലാസ്റ്റ് ആ കുപ്പി കൊണ്ട് വന്നിട്ട് കുപ്പി ഓടിയിട്ട് ഇങ്ങനെ നോക്കുന്ന സാധനം, മുള്ളൻ ചന്ദ്രപ്പന്റെ ചില സംഭവങ്ങൾ, അതുപോലെ കാർലോസ് അദ്ദേഹത്തിന്റെ മറ്റേ കടിക്കണ സാധനമൊക്കെ ഉണ്ടല്ലോ, പാമ്പ്, ആ ക്യാരക്ടറിന് എത്ര 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 രസമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. എല്ലാം സോപ്പിട്ട് കുളിപ്പിക്കും. ഞാൻ അറിയണ്ടോ, മറ്റേ വണ്ടി ഇമോഷണൽ ആയിട്ടൊരു സീനില് ഭാവന വണ്ടി എടുത്ത് നന്നായി നോക്കണം എന്നും കഴുകണം പറയുമ്പോൾ സോപ്പിട്ട് കുളിപ്പിക്കും ഞാൻ പറയേണ്ട ഒരു സാധനം. ആ സാധനങ്ങള്, അത് പിച്ചുക്കുട്ടൻ,
അങ്ങനെ മൊത്തത്തിൽ ഒരു യമണ്ടൻ സിനിമ. ആൻഡ് ഇന്ദ്രിത്തിന്റെ ക്യാരക്ടറാണ് കൊണ്ട് എനിക്ക് അതിൽ സ്ഥിരമായിട്ട് ഇന്ദ്രിത്ത് ആ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ളൊരു പ്രസന്റേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കോമഡിയുള്ള സാധനങ്ങൾ കുറെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഇമോഷൻ സംഭവം ഉണ്ടല്ലോ അവിടെ. പെങ്ങൾക്ക് പറ്റുന്ന അപകടവും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടുള്ളവരാണ്. അതല്ലാത്ത എല്ലാ ക്യാരക്ടറും നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കുറേ സാധനങ്ങൾ കയറിയിട്ടൊരു ഒരു യമണ്ടൻ ഒരു കിഡിലൻ സിനിമ. അത് സിനിമയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും തിയേറ്റർ വാച്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. പുതിയ വന്ന സിനിമകളെ പോലെ അല്ല, അതിനേക്കാളൊക്കെ ഉപരി ഭയങ്കരമായിട്ടുള്ള ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള കഴിവ് ഈ ചോട്ടമ്പി പോലുള്ള സിനിമകൾക്ക് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിലെ പാട്ടുകളാണെങ്കിലും അവരുടെ ആ കുതിരകളിയാണെങ്കിലും തമാശകളാണെങ്കിലും ഇമോഷൻ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞു. വിനായകന്റെ ക്യാരക്ടറൊക്കെ സൂപ്പർ ക്യാരക്ടറാണ്. അങ്ങനെ മൊത്തത്തിൽ വാസ് അമേസിങ് ഫീൽ. അതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.